ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സെലു വളാപുരത്തിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ചില വീഡിയോകൾ കാണാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും സെലു വളാപുരത്തിനെ കാണണമെങ്കിൽ 10,000 രൂപ പ്രതിഫലം വേണമെന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ മലപ്പുറത്തുള്ള ഒരു യുവതി തന്നെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെ മോശമായ ഒരു രീതിയിൽ സെലിൻ താത്ത ചിത്രീകരിക്കുന്ന ഒരുപാട് വീഡിയോകൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായും അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ സെലിൻ താത്താൻ്റെ ഏറ്റവും വൈറലായ ഒരു ഒപ്പന, തീർച്ചയായും ആദ്യമായി നമുക്ക് സെലിൻ താത്തയുടെ ഒരു ഒപ്പനയോട് കൂടി നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സെലിൻ താത്ത ഒരു മണവാട്ടിയെ അണിഞ്ഞൊരുങ്ങിയ ഒരു ഒപ്പന, അത് കണ്ടതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സെലു താത്തയുടെ ഒപ്പന നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും സെലു താത്താവിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതല്ല. മലപ്പുറത്തുള്ള ഒരു സ്ത്രീ സെലു താത്താനെ വിളിക്കുകയും അതുപോലെ തന്നെ തനിക്കൊരു ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഒരു സെൽഫി എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയും സെലീന താത്ത അതിനെ തിരിച്ച് 10,000 രൂപ എനിക്ക് പ്രതിഫലം തന്നാൽ മാത്രമേ താൻ അതിന് വയങ്ങൂ എന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നം സമൂഹ മാധ്യമങ്ങൾ ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെലു താത്ത പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു അപരാധത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ് സെലു താത്ത പറയുന്നത്. സെലു താത്ത പറയുന്നു, താൻ അങ്ങനെയല്ല സ്ത്രീയോട് പറഞ്ഞത് എന്നും തന്നെ ഒരുപാട് പേർ വിളിച്ച് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ എടുക്കുകയും അതുപോലെ തന്നെ ആ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുകയും തന്നെ പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷന് വേണ്ടി വരികയാണെങ്കിൽ തനിക്ക് 10,000 രൂപ വേണമെന്ന് എന്തോ ഒരു അർത്ഥത്തിൽ താൻ പറഞ്ഞു പോയതാണ് എന്നാണ് ആ നിഷ്കളങ്കയായ ആ സ്ത്രീ പറയുന്നത്. അത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയുന്ന ഒരു സ്ത്രീ അല്ല ഇത്. സമൂഹത്തിൽ വളരെ പാവപ്പെട്ട നിലയിൽ സ്വന്തം ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഒരു ഉമ്മാമയും ഈ സ്ത്രീയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ ജീവിതം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ആ സ്ത്രീയെ കബളിപ്പിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്കും ഈ സമൂഹ മാധ്യമത്തിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് എന്നും ഒരിക്കൽ താൻ പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും പിന്നെയും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് താൻ ആദ്യമേ പ്രൊമോഷന് വരികയാണെങ്കിൽ തനിക്കൊരു 10,000 രൂപ തരണമെന്ന് താൻ പറഞ്ഞത് എന്നാണ് സെലീന താത്ത പറയുന്നത്. ആ സ്ത്രീ ആ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും തന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തത് തനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി എന്നാണ് നമ്മൾ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് കിട്ടണ അപരാധി, എന്നെ കാണാൻ വരുന്നത് എന്നെ രക്തം കുടിക്കാനാണ്. ഓരോരുത്തർ പറയുന്ന അപവാദം നിങ്ങൾ വിശ്വസിക്കണ്ട. എന്ന് വെച്ചാൽ ഞാൻ ഇന്നെല്ലാവരും പറ്റിച്ചു പോയതുകൊണ്ട് എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവും. പറഞ്ഞിടക്കാണ് ഒരു മലപ്പുറക്കാരി എന്താണ് ചെയ്തതെന്ന് അറിയാം മക്കളെ. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ ലൈവായിട്ട്? എന്നെക്കുറിച്ച് ഞാനെന്താ പറഞ്ഞതരോ, ഞാനെന്തോ എനിക്ക് കിട്ടുന്ന കാര്യം പ്രൊമോഷൻ ചെയ്താൽ 10,000 രൂപ വേണമെന്ന് ഞാൻ അങ്ങനെ എന്തോ തെസ്റ്റ് പറഞ്ഞ എനിക്കറിയില്ല. പെട്ടെന്നൊരു ആവേശത്തിൽ പറഞ്ഞ ഇവര് പറയണമെന്ന് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവളില്ലാത്തോളാണെങ്കിൽ എന്നെ ആരും കാല പിടിക്കാനും ഇതാക്കാനും വരണ്ട. ഞാൻ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. എനിക്കേ നിങ്ങൾ ഈ അപവാദം പറഞ്ഞിട്ടാക്കാൻ ഞാൻ നേരെ പോണ ആളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരാൾക്കും ഒരു ഉപകാരം ചെയ്തു കൊടുത്ത കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ല പറയുന്ന വോയിസിൽ പറഞ്ഞത് ഓൾക്ക് ഇത് ഇങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യം ഞാനതല്ല പറഞ്ഞിരിക്കണത്. ഞാനെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇവളെന്താണ് കാട്ടിക്കണത്? നാലാളെ മുന്നിൽ അത് പ്രതിഷ്ഠപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്.
നിങ്ങൾക്കൊന്നും തലച്ചോറ് എന്ന് പറഞ്ഞ സാധനമില്ല. എന്നുവെച്ചാലേ ഇങ്ങനെയൊക്കെ ഒരുപാട് പറയാൻ പറ്റൂ. ഇന്ന ഒരാൾ പറ്റിച്ചത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. എനിക്ക് പ്രൊമോഷന് പൈസ തരില്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഓര് പോകും, എന്നിട്ട് ഇന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നെ കരി വരച്ചേച്ചിട്ട് ഓർക്ക് എന്താ നേടാനുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും സെലീൻ താത്ത പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. ആ പാവ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്കെല്ലാം അവരെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഒരിക്കലും സാധിക്കില്ല. തീർച്ചയായിട്ടും അത്തരം ഒരു സ്ത്രീ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പോട്ടെ. അവരെ നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഒരു കാരണവശാലും നമ്മൾ അവരെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെ പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിൽ ആ സെലീൻ താത്തയെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് മേച്ചമായ രീതിയിൽ വക്രീകരിച്ച് ഒരു കോമഡി കഥാപാത്രമായി അവരെ ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആ പരാതിക്കാരിയായ ആ മലപ്പുറം സ്ത്രീ പറയുന്ന ഒരു വാക്കുകൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോ അതിപ്പോ ഇല്ലാണ്ടായിട്ടാ. അപ്പൊ എന്താ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നമ്മളെ വേറെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മക്കളെ. നിങ്ങൾ ലൈവായിട്ട് ഈ വീഡിയോ കണ്ടോ? വീഡിയോസ് എന്റെ മക്കളുടെ അച്ചൂട്ടി, പ്രത്യേകിച്ച് എന്റെ അച്ചൂട്ടി ഇങ്ങനെ കാണും. താത്താന്റെ വീഡിയോ അച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. ആ സ്ത്രീ പറയുകയാണ് തനിക്കും തൻ്റെ മകൾക്കും സെലീന താത്തയെ ഒരുപാട് ഇഷ്ടമാണ് എന്നും സെലീന താത്താൻ്റെ വീഡിയോകൾ താൻ നിരന്തരം കാണാറുണ്ട് എന്നും തൻ്റെ ഭർത്താവിനോട് അനുമതി വാങ്ങിയതിനു ശേഷമാണ് താൻ സെലീന താത്താനെ കാണാൻ പുറപ്പെടാൻ തീരുമാനിച്ചത് എന്നൊക്കെ. തീർച്ചയായിട്ടും സെലീന താത്താക്ക് പേഴ്സണൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു അവകാശം അവർക്കുണ്ട്. അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ തീർച്ചയായും താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് 10,000 വേണമെന്നോ 1,00,000 വേണമെന്നോ പറയാനുള്ള അവകാശം തീർച്ചയായും സെലീന താത്താക്കുണ്ട്. താങ്കളൊരു പാവപ്പെട്ടവരാണ്, താങ്കളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് വെച്ച് സെലീന താത്താക്ക് സെലീന താത്താൻ്റെ ഡിമാൻഡ് വേണ്ട എന്ന് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും സെലീന താത്ത അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, അങ്ങനെ പറഞ്ഞതുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ഒരു അഭിപ്രായം നിലക്ക് നമ്മൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത്തരം സ്ത്രീകളെ സമൂഹത്തിന് മുന്നിൽ വെച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. തീർത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.